11,000-ത്തിലധികം വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും ഭരണവിരുദ്ധ വികാരമില്ലെന്ന വിലയിരുത്തലിലാണ് CPIM. 2021 VV പ്രകാശിന് കിട്ടിയ വോട്ട് ഇത്തവണ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാത്തത് ഭരണവിരുദ്ധ വികാരമില്ല എന്നതിന്റെ തെളിവായാണ് CPM കണക്കുകൂട്ടുന്നത്. ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുമെന്നും രാഷ്ട്രീയ പോരാട്ടമാക്കാൻ LDFന് സാധിച്ചുവെന്നും സ്ഥാനാർത്ഥി M. സുരാജും പറഞ്ഞു. അല്ല, ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകും. ഇടതുപക്ഷം മുൻപോട്ട് വെച്ച ഒരു രാഷ്ട്രീയ നിലപാട്, അതിൽ നിന്ന് കടുകുമണി വ്യതിചലിക്കാതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരെയും മുൻപോട്ട് പോകാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്തും പറയുന്നു, ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിൻ്റെ പേരിൽ ഇനിയും എത്ര പരാജയപ്പെട്ടാലും നിലപാട് തന്നെ, അതിലൊരു മാറ്റവും. തുടർഭരണത്തിലേക്കുള്ള യാത്രയിൽ നിലമ്പൂരിലെ തോൽവി ഒരു പ്രശ്നമാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. ഞങ്ങൾക്കുണ്ടായ പരാജയം സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. ഞങ്ങൾ വല്ല തിരുത്തലുകളും വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. ഗവൺമെൻറ് വിരുദ്ധ വികാരമാണ് പ്രകടിപ്പിക്കപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഗവൺമെൻറ് വിരുദ്ധമായ ഒരു കാര്യവും ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് UDFന് സാധിച്ചിട്ടില്ല. ഇടതുമുന്നണിക്ക് വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത്രയും വലിയ തോൽവി ഉണ്ടാകണമെങ്കിൽ ജാഗ്രതക്കുറവും വീഴ്ചയും ഉണ്ടാകണമല്ലോ എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. കേൾക്കാം. ഞങ്ങൾ രാഷ്ട്രീയമായി ഒന്നാന്തരമായി പൊരുതി, രാഷ്ട്രീയം പറഞ്ഞു, രാഷ്ട്രീയ വിമർശനം ചെയ്തു, രാഷ്ട്രീയ ഭാവിയെപ്പറ്റി ചിന്തിച്ചു. LDF രാഷ്ട്രീയം അല്ലാതൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഞങ്ങൾ പരാജയപ്പെട്ടു. ആ പരാജയത്തെ ജനവിധിയായതുകൊണ്ട് ഞങ്ങൾ LDF CPI എല്ലാ വിനയത്തോടും കൂടെ അംഗീകരിക്കും. PV അൻവർ കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട്. ആ വോട്ട് ഞങ്ങളുടെ വോട്ടും അൻവർ പിടിച്ചു കാണും. സാനിയ മനോമിയുണ്ട്. സാനിയ മനോമി, LDF ക്യാമ്പിൽ CPI പറയുന്നത് തീർച്ചയായിട്ടും ഇടതിന്റെ വോട്ടും PV അൻവർ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജാഗ്രത കുറവുണ്ടെങ്കിൽ പരിശോധിക്കണം എന്നാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ സാനിയ? ഡോക്ടർ അരുൺ, M. സ്വരാജിനെ തന്നെ കളത്തിലിറക്കുന്നതിലൂടെ കൃത്യമായ ഒരു രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാനാകുമെന്നായിരുന്നു CPMന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. കൂടാതെ തകർന്നു കിടക്കുന്ന നിലമ്പൂരിലെ ഒരു സംഘടനാ സാഹചര്യമുണ്ട്, അതിനെ ശക്തിപ്പെടുത്താനും കഴിയുമെന്ന് LDF കരുതിയിരുന്നു, CPM കരുതിയിരുന്നു. അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. നിലമ്പൂരിൽ 11,000-ത്തിലധികം വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള ഒരു പ്രാഥമികമായ വിലയിരുത്തലാണ് CPM ഉള്ളത്. അതിന് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2021 നിലമ്പൂരിൽ VV പ്രകാശ് നേടിയ വോട്ട് ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് നേടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. കേഡർ വോട്ടുകളിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല എന്നുള്ളതും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവ് ഘടകമാണ്. അടിത്തറ ഭദ്രമാണ് എന്നാണ് CPM പറയുന്നത് എന്നുള്ളതാണ്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം ഒരു നിലപാടെടുത്തുകൊണ്ട് മത്സരിച്ച, അല്ലെങ്കിൽ ആ വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് മത്സരിച്ച PV അൻവറിന് കിട്ടിയ വോട്ട് ഇടതുപക്ഷത്തിന് വലിയ ക്ഷീണം ചെയ്യുന്നത് തന്നെയാണ്. അൻവർ ഫാക്ടറിനെ കുറിച്ചടക്കം വരും ദിവസങ്ങളിൽ പഠിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്കോ നേതൃത്വത്തിനോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അതുകൊണ്ടാണോ അൻവറിന് കിട്ടിയ വോട്ട് അങ്ങനെയാണോ വായിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും വരും ദിവസങ്ങളിൽ ഒരു ചർച്ച നടക്കുക എന്നുള്ളതാണ്.